ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം ശൈഖുനാ മടവൂർ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്ഥലങ്ങളിൽ ശൈഖുനെ എത്തിയപ്പോ 10-20 കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോൾ, സഹോദരിമാരെയും സഹോദരന്മാരെയും കണ്ടപ്പോ ശൈഖുന മക്കള് വേണ്ടേ എന്ന് ചോദിച്ച് ആ ആളുകൾക്ക് സ്വാന്തനം നൽകി. അവർക്കൊക്കെ മക്കളുണ്ടായി. 25 കൊല്ലമായി ആമിന എന്ന സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കാണ്. ആ ആമിന ഉമ്മാന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ശൈഖുന ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വീട്ടുകാരിയായ ആമിനയെ നോക്കിയിട്ട് ശൈഖുന ചോദിച്ചു, മക്കളെ വേണോ? ആമിന ഉമ്മ പൊട്ടിയങ്ങ് കരഞ്ഞു, അട്ടഹസിച്ച് കരഞ്ഞു. സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 25 കൊല്ലമായല്ലോ. ഒരു മോളെ തരാൻ, ഒരു മോനെ തരാൻ, ഒരു കുഞ്ഞിനെ തരാൻ പാതിരാത്രികളിൽ കരങ്ങൾ മലർത്തിയിട്ട് നിസ്കാര പായിൽ നിന്ന് ദുആയിലാണല്ലോ. ഇന്ന് വരെ റബ്ബ് എന്റെ ദുആ സ്വീകരിച്ചില്ലല്ലോ. എന്റെ വീട്ടുകാരിൽ പലർക്കും, എന്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ധാരാളം ആളുകൾക്ക് മക്കളെ കൊടുക്കുന്ന റബ്ബേ, നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ. ഈ സങ്കടത്തിലാണ് ആമിന എന്ന ആ ഉമ്മയുള്ളത്, സഹോദരിയുള്ളത്. സുഹൃത്തുക്കളെ, ശൈഖുന സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മക്കളെ വേണോ? ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് വേണം. 25 കൊല്ലമായി ഞാൻ ആ സങ്കടത്തിലാണ്. ശൈഖുനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് പറയുന്നു, ഖുതുബുൽ ആലം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും കേട്ടോ. നിങ്ങൾ അടുത്ത കൊല്ലം ഉമ്മയാണ് കേട്ടോ. ശൈഖുന വാക്ക് പറഞ്ഞു തിരിച്ചുപോയി. 10 മാസം പിന്നിട്ടേണ്ട താമസമുണ്ടായി. ആ പെണ്ണിന്നതാ കുഞ്ഞ് പിറന്നു. ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ് ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്ന ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിനെ അദ്ദേഹം നിർത്താൻ പാടില്ല. ഒരു പണ്ഡിതനും മറ്റേ പണ്ഡിതൻ എന്ത് ചെയ്താലും ആരും പരസ്പരം അവർ മറ്റുള്ളവർ ഡയറക്റ്റായി പറഞ്ഞു കൊടുക്കലോ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കലോ ഒന്നുമില്ല. ആ ദൗത്യം ഇവിടെ ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റൂ. അത്രയെങ്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ. അവർക്കെതിരായി എന്തെങ്കിലും സംസാരിക്കാനോ അവരെ ചീത്ത പറയാനോ അദ്ദേഹത്തിന് പറ്റില്ല. നമുക്കാണെങ്കിൽ പറ്റും. കാരണം അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അതിൻ്റെ ബഹുമാനവും അതിൻ്റെ ഭയവും എല്ലാം അദ്ദേഹത്തിനുണ്ടെങ്കിലും ദീനിന് നിരക്കാത്ത, ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജനങ്ങളെ കാണിക്കുന്നത് ഇത് ദീനാണോ എന്ന് ജനങ്ങൾ പഠിച്ചു പോകും. ഇത് ദീനാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും അതിനെ വീഡിയോ ചെയ്ത് കളിയാക്കാനും ദീനിനെ പരസ്യമായി അവർ വലിച്ച് ഇതാണോ നിങ്ങളുടെ ദീന് എന്ന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും കുറ്റം പറയാൻ ഇവർ തയ്യാറാകുന്നത് നമ്മുടെ പണ്ഡിതന്മാരാണ്. കാരണം അതിനെ ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് കാണിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളുടെ വീഡിയോ ഇടാൻ ഞാൻ തയ്യാറല്ല, ഇനി ഞാൻ ഇടുകയില്ല എന്നാണ്. അത് അദ്ദേഹം അതിന് ബാക്കിലോട്ട് പോകാൻ പാടില്ല. അത് ഇടേണ്ടതാണ്. നമ്മളത് നിർത്താൻ ആരും ഉദ്ദേശിച്ചില്ല. അത് നിർത്തേണ്ടതുമല്ല. അദ്ദേഹം ചെയ്യുന്നത് തികച്ചും 100% തെറ്റാണ്. ശൈത്താനിനെ പിടിച്ചും കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അഹങ്കരിക്കുന്ന ഓരോ വീഡിയോകൾ, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എല്ലാം എൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അത്രയും ദുരഹങ്കാരിയായ വ്യക്തിയാണ് നൂറെ ഹബീബ് ഹാമിദ് തങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ആ നാട്ടപ്പെട്ട ഒരു സ്തംഭമുണ്ടല്ലോ,
കൊടി മരം അതിനെ ആരാധിക്കുന്നതും ആ സ്തംഭത്തെ അവിടെ നീക്കുന്നതുവരെയെങ്കിലും നമ്മൾ ആ വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കണം. എല്ലാ വീഡിയോകളിലും ആ വിഷയത്തെ പറയണമെന്നാണ് ഞാൻ നിങ്ങളോട് ഈ ചെയ്യുന്ന യൂട്യൂബർമാരോട് ഞാൻ പറയാനുള്ളത്. കാരണം അത്രയും ഒരു വിരോധമായ കാര്യമാണ്. ഒരുപാട് അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് പഠിച്ച പണ്ഡിതന്മാർ പോലും ജനങ്ങളെ തെറ്റിലേക്ക് അയക്കുന്നതാണ്. എന്തെങ്കിലും സുഖമില്ലെങ്കിൽ CM വിളിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ ഇവിടെ മരണപ്പെട്ടു. ഇത് CM മീഡിയയിലോ കാഫിലക്കാരൻ്റെ ഭാര്യ, അദ്ദേഹം അകത്തുമായി. ഇതിനെ പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഇത്? CM മടവൂർ ഒരുപാട് ആൾക്കാർക്ക് രോഗം വേണ്ട എന്ന് പറഞ്ഞ് പ്രസവം നടക്കും, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ വേണോ എന്ന് സഞ്ചിയിൽ നിന്ന് എടുത്ത് കുട്ടികളെ കൊടുത്തു. ഇതെല്ലാം ബാലരമ പോലെയുള്ള കഥ പറഞ്ഞതുപോലെ അത് പറഞ്ഞതുകൊണ്ട് ചില സാധാരണക്കാരും പണ്ഡിതന്മാരും അവരുടെ തലയിലേക്ക് ഇത് തന്നെയാണ് ഈ കറാമത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് അവർ അഡിക്റ്റായി പോയി. പിന്നെ പ്രസവത്തിനും കൊണ്ടുപോകാതെയായി എല്ലാം വീട്ടിൽ പ്രസവിച്ചു. അത് അവൻ്റെ ഭാര്യ 7 പ്രസവിച്ചു, എൻ്റെ ഭാര്യ 9 പ്രസവിച്ചു എന്ന് ബൊമ്പത്തരം പറയുന്ന, കിബുർത്തരം പറയുന്ന, ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരു മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. അതിനെ സുഹരി ഉസ്താദ് കാണിക്കുന്നതാണ്, സ്വാഗതാർഹമാണ്. ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ഉത്തരമില്ലാതെ സ്തബ്ധരായി പോകാറുണ്ട്. UAE വിസിറ്റിങ്ങിന് പോയപ്പോ പെട്ടെന്ന് അവിടെ എത്തി രണ്ടാമത്തെ ദിവസം ഒരു വയറുവേദന വരികയാണ്. അതാ ശക്തമായ വയറുവേദന. പെട്ടെന്ന് ദുബൈ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ എന്നെ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഡോക്ടർമാർ വന്നിട്ട് പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് പറയുന്നു ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ കഴിയില്ല, അത് റാഷിദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങോട്ട് അത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ആംബുലൻസിന് കൂട്ടത്തിൽ ഒരാളുണ്ട് ഇരിക്കുന്നത് സഹായിയായിട്ട്. അമ്മാവൻ പറയുന്നു, ഞാനാകെ ബേജാറായി വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോ നിങ്ങൾ CM വലിയുള്ളാന്റെ ആളല്ലേ, ഒന്ന് വിളിച്ചൂടെ, കുത്തുബുല്ലാലമിനെ ഒന്ന് വിളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആംബുലൻസിൽ മലർന്നു കിടക്കുന്നു. എന്നെ കീറി മുറിക്കാൻ കൊണ്ടുപോകുമ്പോ ഞാൻ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് കുത്തുബുൽ ആലമിനെ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പെട്ടെന്നൊരാളതാ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആംബുലൻസിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഓപ്പറേഷൻ വേണ്ട, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി. ടെസ്റ്റിംഗിലൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗമില്ല. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയെന്നെ തിരിച്ച് ഓപ്പറേഷൻ ഇല്ലാതെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടി അവിടെ മുഴുവനും നടന്നു. ഒരു പ്രശ്നവും എനിക്കില്ല. ആ ഒരു രോഗത്തിന് വേണ്ടി ഇന്ന് വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, മരുന്ന് കുടിച്ചിട്ടില്ല. ബഹുമാനമുള്ളവരെ, ഈ തമ്മാടി എന്താണ് പറയുന്നത്? ഇത് സത്യമായ കാര്യമാണോ? സത്യമാണെങ്കിലും ഇത് പറയാൻ പറ്റുമോ? ഇതിന് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും സത്യമാകാൻ സാധ്യമല്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്. CM മടവൂരിനെ വിളിച്ചാൽ എല്ലാം ശരിയാകുമെന്നും ഓപ്പറേഷൻ ഇല്ലാതെ എല്ലാം ശരിയായി എന്ന് ഒരു മതപണ്ഡിതൻ പറയുമ്പോൾ ജനങ്ങൾ എന്താണ് കരുതുന്നത്? ഒരു ഉസ്താദിന് അദ്ദേഹത്തിന് നയാ പൈസ പോലും ചിലവില്ലാതെ CM മടവൂരിനെ വിളിച്ച് ഫാത്തിഹ ഓതിയത് കൊണ്ട് അവിടെ സുഖമായി. അപ്പോൾ നമ്മൾ എന്തിന് വേണം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ മരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ഈ ജാഹിൽ തരം പറയുന്ന ഈ നാറികളെ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരക്കാർക്ക് സ്റ്റേജ് കെട്ടി കൊടുക്കുന്നവരെയാണ് പറയേണ്ടത്. എന്തിന് വേണം സഹോദരന്മാരെ? എന്തിന് വേണം ഇവർക്ക് ഇത്രയൊരു ആവശ്യമില്ലാത്ത പ്രചരണം? ഇവർ പഠിച്ച കിതാബുകളെ പറഞ്ഞു കൊടുക്കാമല്ലോ. ഖുർആൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ പോരെ? ഇവൻ്റെ ജീവിതം മുഴുവനും പറഞ്ഞാലും ഒരു ആയത്തിനെ പോലും ഇവന് അർത്ഥം വെച്ച് കൊടുക്കാൻ കഴിയുകയില്ല. അത്രക്കും വിശാലമായ
ദീർഘചിന്തനയുള്ളതായിരിക്കുന്ന ഖുർആനിനെ ഇവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ നേതാവ് തന്നെ പറയുന്നല്ലോ, സലഫികളോ മുജാഹിദുകളോ ആണെങ്കിൽ എല്ലാത്തിനും അവർ ഖുർആനിൻ്റെ ആയത്ത് ഓതി പറഞ്ഞു കൊടുക്കുന്നു. നമ്മളാണെങ്കിലോ 2-3 മണിക്കൂർ നമ്മൾ ഇവിടെ പ്രസംഗിച്ചാൽ, പ്രഭാഷണം നടത്തിയാൽ നമ്മൾ ഇത്രേ ആയത്ത് ഓതി കൊടുക്കുന്നു എന്ന് ബമ്പത്തരം പൊള്ളത്തരം പറയുന്നത്. ഖുർആൻ പറഞ്ഞു കൊടുക്കൂ സഹോദര. എന്തെല്ലാം കിതാബുകൾ, ഇപ്പോൾ പുതിയ പുതിയ കിതാബുകളും മൗലദികളും എല്ലാം ഉണ്ടാക്കിയത് അതിനെ പറഞ്ഞു കൊടുക്കല്ലേ. അതെല്ലാം ഓരോരുത്തരെ സ്നേഹിച്ചും കൊണ്ട് അവരെ ഹുബ്ബ് വെച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതിലൊരു സത്യവുമില്ല, അതിന് പുണ്യം കിട്ടാനുമില്ല. പുണ്യം കിട്ടണമെങ്കിൽ അള്ളാഹു തീരുമാനിച്ചത് മാത്രമാണ് അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരിക്കെ 40 വർഷം മുതൽ 63 വർഷത്തോളം ദീൻ പൂർത്തീകരിച്ചു കൊടുത്തതാണ്. അതിൻ്റെ ശേഷം ഉണ്ടാക്കിയവരുടെ ഒരുപാട് കെട്ടുകണക്കിൻ്റെ കിതാബുകളുണ്ട്. അതിനെല്ലാം പഠിക്കേണ്ട ആവശ്യവുമില്ല, അതിനെ ബഹുമാനിക്കേണ്ട ആവശ്യവുമില്ല. വെറുതെ ഒരു ടൈം പാസിന് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് അതുപോലെയാണ്. അതിനൊരു പ്രതിഫലമൊന്നുമില്ല. എല്ലാവരും തള്ളി പറയാനോ എല്ലാവരും ബഹുമാനിക്കാതിരിക്കാനോ പറയുന്നതല്ല. എങ്കിലും അതിൽ എഴുതിയ കിതാബുകളിൽ, പുതിയ പുതിയ കിതാബുകളിലും മൗലിദുകളിലും എഴുതിയതിനെ നിങ്ങൾ വായിച്ചുകൊണ്ട് അതിനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതുപോലുള്ള തസ്ബീഹുകളും സ്വലാത്തുകളും പറഞ്ഞാലാണ് കൂടുതൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്. ഇതെല്ലാം ഒരു അന്തസ്സിന് വേണ്ടി, ഒരു ടൈം പാസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിലൊരു കാര്യവുമില്ല. കാര്യമുണ്ടെന്ന് പറഞ്ഞാലും അത് പൊട്ടത്തരമാണ്, അത് പൊള്ളത്തരമാണ്. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം വിശ്വസിക്കേണ്ടതുമല്ല. സുഖമില്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, നേരിട്ട് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് ഒരു ഭയവും വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.